മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഈ സമയം വരെ ഈ ഒരു വാർത്ത കൊടുത്തിട്ട് പോലുമില്ല. പ്രത്യേകം ഓർക്കേണ്ടതാണ്, നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഇറാൻ പ്രേമികൾ, ഹമാസ് പ്രേമികൾ, ഹിസ്ബുള്ള പ്രേമികൾ ഇവരങ്ങനെ നിരന്ന് നിന്ന് എന്തൊക്കെയായിരുന്നു ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ള വിജയിച്ചോ എന്ന് പോലും ഒരുപാട് മരമൊണ്ണകളെ നിരന്ന് നിന്നങ്ങനെ പ്രസംഗിച്ച് പ്രഖ്യാപിച്ച് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു. അവരൊക്കെ തന്നെ കൃത്യമായിട്ട് കേട്ടുകൊള്ളൂ. ഹിസ്ബുള്ളയുടെ മടിത്തട്ടായിട്ടുള്ള തെക്കൻ ലബനാനിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഏത് പ്രധാനമന്ത്രി? കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഇറാൻ പ്രേമികൾ, ഹമാസ് പ്രേമികൾ, ഹിസ്ബുള്ള പ്രേമികൾ നിരന്ന് നിന്ന് പറഞ്ഞിരുന്നത് ബെഞ്ചമിൻ നെതന്യാഹു തീർന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോഫി കണ്ടില്ലേ? ആ കയ്യിൽ പിടിച്ച കോഫിയിലെ വര കണ്ടില്ലേ? അത് AI ആണ്. വിരല് കണ്ടില്ലേ? ബെൽറ്റ് കണ്ടില്ലേ? ഷർട്ട് കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും അവരുടെ ആഗ്രഹം പോലെ തീർത്ത ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ മടിത്തട്ടിലേക്ക് നേരിട്ടെത്തിയിരിക്കുന്നു. നമുക്കറിയാം, തെക്കൻ ലബനാനില് ഏകദേശം 10 കിലോമീറ്ററോളം ഒരു സുരക്ഷാ കവചം ഇസ്രായേലി സൈന്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മേഖലയിലേക്കാണ്, ലബനാൻ ഉള്ളിലേക്കാണ് ഇസ്രായേലി പ്രധാനമന്ത്രി നേരിട്ടെത്തിയത്. അവിടെ നിന്ന് ഇസ്രായേലി സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രതിരോധ മന്ത്രി, ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ്, നോർത്തേൺ കമാൻഡിന്റെ കമാൻഡർ, ഡിവിഷൻ കമാൻഡർ, ബ്രിഗേഡ് കമാൻഡർമാർ എന്നിവരോടൊപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മളിവിടെ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ ചെയ്തത് ഇറാനിയൻ അച്ചുതണ്ടിനെ പിടിച്ചെടുക്കുകയും അതിനെ തകർക്കാൻ തുടങ്ങുകയും ചെയ്യുക എന്നതാണ്. ആരും വിശ്വസിക്കാത്ത ഒരു കാര്യം, നമ്മൾ ഇറാനുള്ളിൽ തന്നെ ആക്രമിച്ചു. ഒരു അസ്തിത്വ ഭീഷണി നമ്മൾ നീക്കം ചെയ്തു. ഇറാനിയൻ അച്ചുതണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഇവിടെയായിരുന്നു. ഹിസ്ബുള്ള 1.5 ലക്ഷം മിസൈലുകളും റോക്കറ്റുകളും ഉണ്ടായിരുന്നു. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും സാന്ദ്രത ഇന്ന് അവയിൽ ഏകദേശം 8% മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിപ്പോഴും പ്രധാനമാണ്, പക്ഷെ അത് പഴയതുപോലെയല്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ 9,000 തീവ്രവാദികളെ, സമീപ ആഴ്ചകളിൽ 100 കണക്കിന് തീവ്രവാദികളെ ഇല്ലാതെയാക്കി. തീർച്ചയായും നമ്മൾ ചെയ്ത പ്രധാന കാര്യം ഇതാണ്. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ബഫർ സോണുകള്, സുരക്ഷാ മേഖലകള് സൃഷ്ടിക്കുക എന്നതാണ്. അതിർത്തിയുടെ നമ്മുടെ വശത്തല്ല, മറിച്ച് അവരുടെ വശത്തായിരുന്നു. അതിനാൽ നമ്മൾ ഇത് ലബനനിൽ ചെയ്യുന്നു, ഗാസയിൽ ഞങ്ങളത് ചെയ്തു. ഈ സുരക്ഷാ മേഖലകൾ ഒരു മാതൃകാപരമായ മാറ്റമാണ്. നമ്മുടെ അതിർത്തിയിൽ ഇനി ഒരു ഭീകരസേനയെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ അവരെ പിന്തിരിപ്പിക്കുന്നു. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മെ ആക്രമിക്കാൻ അവർക്ക് ഉപകരിച്ച എന്തും നിലത്തിന് മുകളിലും ഭൂമിക്കടിയിലും അടിസ്ഥാനപരമായി നമ്മൾ നശിപ്പിക്കുന്നു. നുഴഞ്ഞുകയറ്റം, ആക്രമണം, ഭീകര തുരങ്കങ്ങൾ, ഭീകര ഗ്രാമങ്ങൾ ഇതെല്ലാം ഇല്ലാതെയാക്കി. ഇതാണ് നിർദ്ദേശം. ഒന്നും പിന്നിൽ ഉപേക്ഷിക്കരുത്. നിങ്ങളത് ചെയ്യുന്നു. നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമതായി എന്റെയും പ്രതിരോധ മന്ത്രിയുടെയും ജനറൽ സ്റ്റാഫ് മേധാവിയുടെയും ഡെപ്യൂട്ടി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫിന്റെയും നിർദ്ദേശം നിങ്ങളുടെ പ്രഥമ പരിഗണനയായി നിങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്കോ, നിങ്ങളുടെ ജീവനോ, നിങ്ങളുടെ സൈനികരുടെ ജീവനോ ഒരു ഭീഷണിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ നടപടിയെടുക്കുക. കാത്തിരിക്കരുത്, നടപടിയെടുക്കുക. ഇത് നിങ്ങൾക്കുള്ള ഉറച്ച നിർദ്ദേശമാണ്.
നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി ലബനൻ ഇസ്രായേലിനെയും ഇസ്രായേൽ ലബനനെയും അംഗീകരിച്ചത്. ഞങ്ങൾ നേടിയതിനാൽ ഇറാനോടും ഹിസ്ബുള്ളയോടും നമ്മൾ പറയുന്നു, ഇവിടെ നിന്ന് പുറത്തു കടക്കുക. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു കാര്യവുമില്ല. അവർക്കിടയിൽ സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് പരമാധികാര രാഷ്ട്രങ്ങളുണ്ട്. വടക്കൻ നിവാസികൾക്കും ലബനൻ നിവാസികൾക്കും സുരക്ഷയുടെയും സമൃദ്ധിയുടെയും യഥാർത്ഥത്തിൽ പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പോകണം. ഇത് ഇറാനിയൻ അച്ചുതണ്ടിന്റെ മുഖത്ത് ഒരു അടിയാണ്, മുഖത്തേറ്റൊരു പ്രഹരമാണ്. അത് വെല്ലുവിളിക്കപ്പെടാതെ പോകില്ല. നിങ്ങളുടെ ധീരമായ നടപടിയിലൂടെയും ഞങ്ങളെടുത്ത തീരുമാനങ്ങളിലൂടെയും ഞങ്ങൾ നേടിയ നേട്ടങ്ങളിൽ നമ്മൾ വളരെ അഭിമാനിക്കുന്നു. ഭീഷണി ഇല്ലാതാകുന്നത് വരെ നമ്മൾ തെക്കൻ ലബനൻ വിട്ടുപോകില്ല എന്നതാണ് നമ്മളുടെ നിർബന്ധം. ഹിസ്ബുള്ള സായുധരായി ഇവിടെ സന്നിഹിതരായി ഞങ്ങൾക്ക് ഭീഷണിയായി നിലകൊള്ളുന്നിടത്തോളം കാലം നമ്മൾ ഇവിടെ തന്നെ തുടരും. തെക്കൻ ലബനനിൽ ഏകദേശം 10 കിലോമീറ്ററുകൾ ഇസ്രായേലി സൈന്യം കൃത്യമായിട്ടൊരു സുരക്ഷാ മേഖലയാക്കി മാറ്റിയിരിക്കുന്നു. അവിടേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി എത്തിയിട്ട് ഇസ്രായേലി സൈന്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചതാ. ഇത് കേൾക്കുമ്പോഴേക്ക് ഇവിടെ ഒരുപാട് സുഡാപ്പികളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും പ്രത്യേകിച്ച് സകല ഇസ്രായേലി വിരുദ്ധരും പറയോ, ലബനാനും ഇസ്രായേൽ പിടിച്ചെടുത്തോ, അതെന്ത് ക്രൂരതയാണോ എന്ന് കുളുപ്പില്ലാതെ അന്താരാഷ്ട്ര പൊളിറ്റിക്സ് അറിയാത്ത ആളുകൾ നിലവിളി തുടങ്ങും. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ഇസ്രായേലും ലബനനുമായിട്ട് വലിയൊരു കരാറിലേക്ക് എത്തുന്നു. ആ കരാറിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് ബെയ്റൂട്ട് ലബനന്റെ തലസ്ഥാന നഗരിയിൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക, ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കുക, ബെയ്റൂട്ട് പൂർണ്ണമായിട്ട് ലബനാന്റെ ഔദ്യോഗിക സൈന്യം കൈയടക്കുക. അതായത് ലബനൻ സൈന്യം ബെയ്റൂട്ട് പൂർണ്ണമായിട്ട് തങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന സമയത്ത് ലബനന്റെ പൂർണ്ണ സുരക്ഷ, ലബനന്റെ സൈന്യത്തിന്റെ പൂർണ്ണമായ സുരക്ഷയിലേക്ക് എത്തുമ്പോ ഇസ്രായേലി സൈന്യം അവിടെ നിന്ന് പിന്മാറിക്കൊടുക്കും. ഇസ്രായേലി സൈന്യം ലബനാനിൽ നിന്ന് പിന്മാറിക്കൊടുക്കും. അല്ലാതെ ഹിസ്ബുള്ള ആയുധങ്ങളുമായിട്ട് ലബനാനിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നോ അത്രത്തോളം ഇസ്രായേലി സൈന്യം അവിടെ തന്നെ ഉണ്ടാവും. കാരണം ഇസ്രായേലി സൈന്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇസ്രായേലി ജനതയുടെ സുരക്ഷ തന്നെയാ. ഈ ലബനാനെ പോലും മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് വലിച്ചിയച്ചിട്ടുള്ളത് ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയല്ലേ. ഈ ലബനൻ സമാധാനത്തിൽ പോകുമ്പോ ആ ലബനന്റെ ഉള്ളിൽ നിന്ന് ഭീകരവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു, മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നു. സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ലബനാനിലേക്ക് ആക്രമണം നടത്തുന്നു. ലബനാനെ സംബന്ധിച്ചും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന വളരെ വലിയ ഭീഷണി തന്നെയാ. അതായത് ഇസ്രായേലിനും ലബനാനും ഒരേപോലെ ഭീഷണിയാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന. ഏറെക്കുറെ ഹിസ്ബുള്ളയുടെ ചീട്ട് ഇസ്രായേലിൽ കീറിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. അല്ല, നമ്മുടെ കേരളത്തിലെ സകല ഇസ്രായേലി വിരുദ്ധരും ഇപ്പൊ എന്തു പറയുന്നു? ഇസ്രായേലി പ്രധാനമന്ത്രി ഹിസ്ബുള്ളയുടെ തട്ടകത്തിലേക്ക് നേരിട്ടെത്തിയിരിക്കുന്നു. എന്തോ ഒളിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നൊക്കെ പറയുന്നവർ ഇനിയെങ്കിലും മാനവും ഉളുപ്പും നാണവും ഉണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുക. നിങ്ങളൊന്നും കരുതുന്നൊരു നേതാവല്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. ലോക സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പടപൊരുതുന്നത്. കേവലം ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ലോക സമാധാനത്തിന് വളരെ വലിയ അത്യാവശ്യമാണ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന തീരേണ്ടത്, ഹമാസ് എന്ന ഭീകര സംഘടന തീരേണ്ടത്, ഹൂത്തി എന്ന ഭീകര സംഘടന തീരേണ്ടത്, ലോകത്തെ സകല ഭീകരരും ഇല്ലാതാവേണ്ടത് ലോക സമാധാനത്തിന് വളരെ വലിയ അത്യാവശ്യമാണ്. അന്തിമ വിജയം നീതിക്ക് മാത്രമായതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിലും ഇസ്രായേൽ അല്ലാതെ മറ്റാരാണ് വിജയിക്കാൻ പോകുന്നത്?